അധ്യക്ഷരെ അങ്ങനെ UDF-ൽ സർവ്വസമ്മതനായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അകൽച്ചയൊക്കെ അവസാനിപ്പിച്ച് സതീശനോട് അടുക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം ലീഗ്. UDF-നെ തിരികെ അധികാരത്തിലേക്ക് എത്തിക്കാൻ സതീശന് കഴിയുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. PR പ്രവീണയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. പ്രവീണ, ഒടുവിൽ സതീശനെ ലീഗ് അംഗീകരിച്ചിരിക്കുന്നു. ഈ നിയമസഭാ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തന്നെയാണോ തീരുമാനം? അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്ന ധാരണകൾ? ഇപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനം അതൊക്കെ ഈ ലീഗിന് എത്രത്തോളം അത് അംഗീകരിക്കാൻ കഴിയും? ഗ്രൂപ്പിന്റെ മെറിറ്റിലൊക്കെ സ്ഥാനാർത്ഥികളെ ഇറക്കുന്നത് ലീഗിന് എത്രത്തോളം ആകും അംഗീകരിക്കാൻ കഴിയുക? ഈ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി വ്യവസ്ഥകൾ സംബന്ധിച്ച വിവരങ്ങൾ കൂടി വരുന്നുണ്ടോ? സേതു, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ പുതുതായി പാണക്കാട് ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി വന്നപ്പോൾ മുതലുള്ള മാറ്റങ്ങളാണ്. അതാണ് ഇപ്പോൾ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുന്നത്. നേരത്തെ ലീഗിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചിലർക്ക് സീനിയോറിറ്റി തർക്കങ്ങളുണ്ടായിരുന്നു. സതീശൻ വളരെ ജൂനിയർ ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ സതീശൻ നയിക്കുന്നത് ചിലപ്പോൾ തിരിച്ചടി ആയേക്കും എന്നൊക്കെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അതിൻ്റെ തുറന്ന് പറച്ചിലുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിലെ വൻ വിജയം, അതിന് നേതൃത്വം നൽകിയത് സതീശനാണ്. സതീശന്റെ സ്ട്രാറ്റജി വിജയിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. ഇതുകൂടിയൊക്കെ കണക്കിലെടുത്താണ് ഇപ്പോൾ ലീഗ് പൂർണ്ണമായും സതീശന്റെ നേതൃത്വത്തോട് അടുക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം തന്നെ ആകണം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നയിക്കേണ്ടത്. അത് ഒരുപക്ഷെ KC വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ മാത്രം അദ്ദേഹത്തിന് പിന്തുണ, അതല്ലെങ്കിൽ മറ്റാരും വേണ്ട, സതീശൻ തന്നെ നയിച്ചാൽ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ലീഗ് എത്തുകയാണ്. മാത്രവുമല്ല, ലീഗിന്റെ മിക്ക പരിപാടികളിലും അതുമാത്രവുമല്ല മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, മുസ്ലിം സംഘടനകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മിക്ക പരിപാടികൾ, സമസ്തയുടെ അടക്കം പരിപാടികളിൽ സ്ഥിരം സാന്നിധ്യമായി മാറുകയാണ് ഇപ്പോൾ വി ഡി സതീശൻ. നേരത്തെ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ ശശി തരൂരുമായിരുന്നു നിറസാന്നിധ്യമായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നിരിക്കുന്നു. ഏതാണ്ട് കഴിഞ്ഞ വർഷം 40-ലേറെ പരിപാടികളിലാണ് ഇങ്ങനെ സതീശൻ തന്നെ പങ്കെടുത്തത്. അങ്ങനെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ കൂടി തന്റെ സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വി ഡി സതീശൻ വിജയിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കുഞ്ഞാലിക്കുട്ടി വി ഡി സതീശൻ ചർച്ചയൊക്കെ ഉടനെ പ്രതീക്ഷിക്കാം അല്ലേ? അത് ഇതിനോടകം തന്നെ പലവട്ടം പലതരത്തിൽ കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ വനവാസം, അത് അടുത്ത തവണ UDF-നെ അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം എന്നുള്ള വി ഡി സതീശന്റെ പ്രസ്താവന പോലും ഘടകകക്ഷികളെ മുഴുവൻ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ളതായിരുന്നു. അതിന് ഉറപ്പ് നൽകുന്ന ഒന്നായിരുന്നു. അതിനുശേഷം ലീഗ് നേതൃത്വം പറഞ്ഞത് സതീശനെ എന്തായാലും വനവാസത്തിന് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത്. ഇതോടുകൂടി തന്നെ വ്യക്തമാവുകയാണ് സതീശനും ലീഗും കൈകോർത്ത് ഒരുമിച്ച് പോകാനുള്ള തീരുമാനത്തിലേക്ക് കൂടുതൽ എത്തിയിരിക്കുകയാണ്. ഓക്കെ പ്രവീണ, വ്യക്തമാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമൊക്കെയും തന്നെ സതീശനുമായി ലീഗ് അടുത്തിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ലീഗ് നടത്തിയ പ്രതികരണങ്ങളും ലീഗ് നൽകിയ പിന്തുണയും ഒക്കെയും അത്തരത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ വി ഡി സതീശൻ സർവ്വസമ്മതനായിരിക്കുകയാണ്. ലീഗിനെ സംബന്ധിച്ച് സതീശനോട് അടുക്കുകയാണ് ലീഗ്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് PR പ്രവീണ.